ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള സ്കൂൾ ICT ഹെൽപ്പ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സമ്പൂർണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എപ്പിസോഡാണ് സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല ട്രെയിനിങ്ങുകളിലും അധ്യാപക പരിശീലന പരിപാടികളിലും ഒക്കെ തന്നെ പങ്കെടുക്കുമ്പോൾ ഹെഡ് മാസ്റ്റർമാരടക്കമുള്ള അധ്യാപകർ ചോദിക്കാറുള്ളൊരു സംശയമാണ് സമ്പൂർണ്ണയിൽ എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ അനധ്യാപക ജീവനക്കാരെ എങ്ങനെ സമ്പൂർണ്ണയിൽ ആഡ് ചെയ്യാം എന്നുള്ളത് പലപ്പോഴും പ്രധാനാധ്യാപകർ ഉൾപ്പെടെയുള്ള അധ്യാപകർ ചോദിക്കാറുള്ള ഒരു സംശയമാണ്. ആ സംശയത്തിനുള്ള മറുപടി എന്നുള്ള രീതിയിലാണ് ഈ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ സ്കൂൾ ICTയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള വീഡിയോസ് കൂടുതൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. നമുക്കറിയാം സമ്പൂർണ്ണയുടെ പുതിയ അഡ്രസ്സ് sampoorna.kite.kerala.gov.in എന്നുള്ളതാണ്. സമ്പൂർണ്ണ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആ വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആവും. സമ്പൂർണ്ണയിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യേണ്ടത് ഓരോ സ്കൂളിനും HM യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് നമ്മൾ സമ്പൂർണ്ണയിലേക്ക് ലോഗിൻ ചെയ്യുക. സമ്പൂർണ്ണയിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് സമ്പൂർണ്ണയുടെ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് സമ്പൂർണ്ണയുടെ ഡാഷ്ബോർഡ് എന്നുള്ളത്. ഇതിൽ പുതിയ എംപ്ലോയീസിനെ ആഡ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്ക് ഉണ്ട്. മാനേജ് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്ക് ഉണ്ട്. കുറച്ച് കാലമായിട്ട് ഈ ഒരു ലിങ്ക് സമ്പൂർണ്ണയിൽ അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ജൂലൈ മാസം മുതൽക്ക് ഈ ലിങ്ക് ആക്റ്റീവ് ആണ്. ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി അഡ്മിഷൻ എന്നും കാണാൻ സാധിക്കും, ലിസ്റ്റ് എംപ്ലോയീസ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ലിസ്റ്റ് എംപ്ലോയീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ സമ്പൂർണ്ണയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ലിസ്റ്റ് നമുക്ക് ലഭിക്കും. ഇനി പുതിയൊരു എംപ്ലോയിയെ ചേർക്കുക എങ്ങനെയെന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എംപ്ലോയി അഡ്മിഷൻ, അപ്പോൾ ചെയ്യേണ്ടത് എംപ്ലോയി അഡ്മിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിയെ ചേർക്കാനുള്ള ഡീറ്റെയിൽസ് ചേർക്കാനുള്ള ഈ രീതിയിൽ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ പലപ്പോഴും ചോദിക്കാറുള്ളൊരു സംശയം, പെൻ നമ്പർ ലഭിക്കുന്നതിന് മുന്നേ ആഡ് ചെയ്യാൻ പറ്റുമോ, പെൻ നമ്പർ ലഭിച്ചിട്ടാണോ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഇതിൽ അതിനൊന്നും പ്രസക്തിയില്ല. കാരണം പെൻ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ പെൻ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ അവിടെ പെൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. പെൻ നമ്പർ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി പെൻ നമ്പർ ജോയിൻ ചെയ്തു അപ്രൂവൽ ആവാത്ത ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു സ്റ്റാഫാണ് എന്നുണ്ടെങ്കിൽ പെൻ നമ്പർ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു സിസ്റ്റം ഒരു പെൻ നമ്പർ നമ്മുടെ സ്കൂൾ കോഡ് ചേർത്തുകൊണ്ട് ഒരു പെൻ നമ്പർ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പെൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും നമ്മുടെ പെൻ നമ്പർ അല്ല. എന്നാൽ സമ്പൂർണ്ണയിൽ തൽക്കാലം സിസ്റ്റം ആഡ് ചെയ്യുന്ന ഒരു പെൻ നമ്പറാണ്. നമ്മൾ പെൻ നമ്പർ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു നമ്പർ അവിടെ സിസ്റ്റം ആഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ പറഞ്ഞിരുന്ന ഓരോ ഡീറ്റെയിൽസും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയിയെ ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ ഫുൾ നെയിം, ജെൻഡർ, അതേപോലെ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ്, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ പ്രസൻറ്റ് സ്കൂൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡെസിഗ്നേഷൻ, സബ്ജക്റ്റ്, അതേപോലെയുള്ള ഡീറ്റെയിൽസ്, പിന്നെ ക്വാളിഫിക്കേഷൻസ്, ഫോട്ടോയും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഏറ്റവും താഴത്തുള്ള അഡ്മിറ്റ് എംപ്ലോയി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയിയെ സമ്പൂർണ്ണയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വിവരം അധ്യാപക സമൂഹവുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് പ്രധാനമായും സംപ്രേഷണം ചെയ്തത്. എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.